ഞാനിന്നൊരു പച്ചമുളക് വെച്ചിട്ടൊരു മോര് കറിയാണ് ഉണ്ടാക്കുന്നത്. അതിന് ഞാനൊരു 6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് തേങ്ങ, മഞ്ഞൾപ്പൊടി, ജീരകം, ഉള്ളി, പിന്നെ മോര് കറിക്കുള്ള മോരും എടുത്തിട്ടുണ്ട്. നമുക്ക് ഉണ്ടാക്കാം. പാത്രത്തിലേക്ക് ആ മുളക് രണ്ടായി കീറി ഇട്ടിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് വേവിക്കാം. ഇനി ഇത് വേവിച്ചെടുക്കണം. പച്ചമുളക് വെന്ത് വരുമ്പോഴേക്കും നമുക്കൊരു അരപ്പ് റെഡിയാക്കാം. അതിന് തേങ്ങയും മഞ്ഞൾപ്പൊടിയും ജീരകം ഉള്ളിയും കൂടി അരയ്ക്കാം. എരിവ് കുറഞ്ഞ പച്ചമുളകാണെങ്കിൽ ഇതിൽ ശകലം പിന്നെ മുളക് പൊടിയോ അല്ലെങ്കിൽ ഒരു പച്ചമുളകോ വെച്ച് അരയ്ക്കണം. ഇപ്പോൾ നമ്മുടെ പച്ചമുളക് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പ് ചേർക്കാം. ഇനി അരപ്പൊന്ന് തിളച്ച് വേവണം. മൂടി വയ്ക്കാം. അപ്പോൾ അരപ്പ് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് മോര് ചേർക്കാം. നല്ല പുളിയുള്ള മോര് വേണം ചേർക്കാൻ. ഇളക്കി കൊടുക്കാം. മോര് ചേർത്തതിന് ശേഷം പിന്നെ തിളപ്പിക്കണ്ട, ഒന്ന് പതഞ്ഞ് വന്നാൽ മതി. ഇപ്പോൾ മോര് കറിയൊക്കെ നല്ലോണം തിളച്ച് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഒരുപാട് തിളയ്ക്കേണ്ട, പിരിഞ്ഞു പോവും. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കടുക് വറുത്തിടാം. എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നല്ലോണം പൊട്ടി വന്ന് ഇനി ഇച്ചിരി കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒഴിച്ചു കൊടുക്കാം. മോര് കറി റെഡി ആയിട്ടുണ്ട്. ഇത് തണുത്ത് കഴിഞ്ഞിട്ട് ഇതിനകത്തേക്ക് കുറച്ച് നമ്മൾ ഇതിന് മുകളിൽ കുറച്ച് ഉലുവാപ്പൊടി ഇടും. പിന്നെ ഇത് പച്ചമുളക് വേവിച്ചതെന്ന് വെച്ചാൽ ഈ മോര് കറിക്ക് എരിവൊന്നും കൂടുകയല്ല, കറക്റ്റ് എരിവായിരിക്കും. നല്ല രുചിയുള്ള ഒരു മോര് കറിയാണ്. മോര് കറി കുറച്ച് തണുത്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് ഉലുവാപ്പൊടി വിതറിയിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി വയ്ക്കാം.